വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി 6 വയസ്സുകാരിയുടെ കുടുംബം. ഇന്ന് രാവിലെ 10 മണിക്ക് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് അവരുടെ പ്രതിഷേധം. കേസിൽ ബാഹ്യ ഇടപെടലുണ്ടായി എന്ന ആരോപണവുമായി CPI നേതാക്കളും രംഗത്ത് വന്നു. കേസിൽ പുനരന്വേഷണം വേണമെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ ആവശ്യപ്പെടുന്നു. നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് രണ്ട് കാര്യമാണ് ആ കുടുംബത്തിന് വേണ്ടി സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി ആലോചിച്ചിട്ടുള്ളത്. ഒന്ന്, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിധി അത് റദ്ദ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഹൈക്കോടതിയെ കൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടണമെന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. രണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ഉണ്ടാകണം. ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ രാഹുൽ വിജയൻ നൽകും. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഈ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി അർജുനെ വെറുതെ വിട്ട വിധിക്കെതിരെ എന്തായാലും വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പ്രതിയെ വെറുതെ വിട്ട സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കളും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ രാവിലെ 10:30 ഈ കുട്ടിയുടെ മാതാവും പിതാവും പ്രതിഷേധിക്കുന്നുണ്ട്. ഈ നാട്ടുകാരും ഇവർക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇവർ ഈ വിധി വന്നതിന് ശേഷം ആവശ്യപ്പെടുന്നത് ഈ വിധി റദ്ദ് ചെയ്യണം, അതുപോലെ തന്നെ ഈ പ്രതിക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഇതിൽ പോലീസിന്റെ വീഴ്ച ഇന്നലെയൊന്നും ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് ഈ പ്രതിഷേധ സമരം നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പോലീസിന്റെ വീഴ്ച കൂടി സൂചിപ്പിക്കുന്ന ഒന്നായി മാറുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിലെന്തായാലും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് CPIയുടെ ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ 24നോട് പ്രതികരിക്കുകയുണ്ടായി. ഈ വിധി റദ്ദാക്കണമെന്നും പുനരന്വേഷണം നടത്തണം എന്നതുമാണ് ഈ CPIയും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇതിൽ ബാഹ്യ ഇടപെടൽ, ഈ കേസന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു സംശയവും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ സജീവമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഈ വാളയാർ കേസിലെ പോലെ തന്നെ ഇതും ഒരു എഴുതത്തള്ളപ്പെട്ടു പോകുന്ന ഒരു കേസായി മാറരുത്. സജീവമായി തന്നെ ഇതിന്റെ പിന്നാലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ പ്രതിക്ക് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുകയും വേണം. വിജയൻ.